Good morning. ഓക്കേ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എവിടെ ഉണ്ട് കുട്ടി? Good morning. Good morning. മെഡിറ്റേഷൻ ഒക്കെ നന്നായിട്ട് ചെയ്തല്ലോ അല്ലെ എല്ലാരും? ഓക്കേ, അപ്പം നിങ്ങൾക്കറിയാം ഇന്ന് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ എന്താണ് ഒന്നെങ്കിൽ മൈ സ്റ്റോറി അല്ലെങ്കിൽ എന്താ ബുക്ക് റിവ്യൂ ആണ് ഉണ്ടാവാറ് അല്ലേ? അപ്പം നമ്മുടെ ബി മാജിക് മെമ്പറും കൂടെ ആയിട്ടുള്ള ഷാജൻ സാറാണ് ഇന്ന് നമുക്ക് ബുക്ക് റിവ്യൂ പറയാൻ പോകുന്നത്. സോ ഇതിൽ എത്ര പേര് ബുക്ക് നോട്ട് ചെയ്തു? സാർ പറയാൻ പോകുന്ന ബുക്ക് ഏതാന്നുള്ളത് എത്ര പേര് ശ്രദ്ധിച്ചോ? ജസ്റ്റ് ഒന്ന് പറയല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഏറെക്കുറെ ആളുകള് യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബുക്ക് റിവ്യൂക്ക് പോവാം. സോ ഇന്ന് നിങ്ങൾക്കറിയാം ഷാജൻ സാറിന്റെ ബുക്ക് റിവ്യൂ ആണ്. ദ ആൽക്കമിസ്റ്റ് എന്ന ബുക്കിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സാർ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ബുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഷാജൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷാജൻ സാർ, പ്ലീസ് വെൽക്കം. Thank you, മുഫീദ. ഓക്കെ, നമസ്കാരം. മുഫീദ പരിചയപ്പെടുത്തി, എൻ്റെ പേര് ഷാജൻ, തൃശ്ശൂരാണ്, ഒരു എന്റർപ്രണറാണ്. ആദ്യം തന്നെ ഒരു നന്ദി പറയാണ്. നമുക്ക് ഈ ബി മാജിക്കിൽ വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, ഒരു 2 വർഷത്തിന്റെ മീതി ആയിട്ടുണ്ട് വന്നിട്ട്. വരുമ്പോൾ ഒരു സാധാരണ രീതിയിൽ വന്ന് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് എല്ലാവരുടെയും കുറെ ആളുകളൊക്കെ പരിചയപ്പെടാനും അതുപോലെ കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റിയൊരു വേദിയാണ്. ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വേദിയാണിത്. ഇതിൽ വന്ന് എനിക്കൊരു പ്രോഗ്രാം എടുക്കാൻ കഴിഞ്ഞതിന് ഞാൻ ദൈവത്തിനോടും അതേപോലെ തന്നെ നമ്മുടെ ബി മാജിക്കിന്റെ ഫൗണ്ടറായിട്ടുള്ള സൈഫ് സാറിനോടും ആദ്യമായി നന്ദി പറയുകയാണ്. അതുപോലെ നമ്മുടെ ഈ കൂട്ടത്തിൽ അന്ന് തൊട്ട് എപ്പോഴും കാണുന്ന നമ്മുടെ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ്. മണി സാറ്, അബ്ദുൽ സാറ്, റസാഖ് സാറ്, മുഫീദ, അങ്ങനെ തുടങ്ങുന്ന സുരേഖ, അങ്ങനെ തുടങ്ങുന്ന എല്ലാവർക്കും, ദിവ്യ, അങ്ങനെ എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു. നമുക്ക് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ബുക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ദി ആൽക്കമിസ്റ്റ് ഒരുപാട് പൗലോ കൊയ്ലോയുടെ ഒരു ഏറ്റവും മനോഹരമായ ഒരു ബുക്കാണ്. അതിലെ ഏറ്റവും കൂടുതൽ ബുക്കുകൾ വിറ്റഴിച്ചിട്ടുള്ള ബുക്കുകൾക്കുള്ള ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. 2009 തോന്നുന്നു ആ ഒരു ബുക്കിന്. ഇത് ഒരു യാത്രയാണ്, ഒരാളുടെ ജീവിത യാത്രയാണ്. അതിലൂടെ വിജയം നേടിയിട്ടുള്ള ഒരു വ്യക്തി, സാന്റിയാഗോ എന്നൊരു ബാലന്റെ ഒരു യാത്രാ വിവരണമാണ് ഈ ബുക്കില്. നമ്മളുടെ പോലെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു യാത്ര ഉണ്ടായിരിക്കും. ആ യാത്ര ഈ ബുക്ക് വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതിലൊരു ഭാഗമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനായിരുന്നു. ഇത്രയും നല്ലൊരു ബുക്കാണ്. വായിക്കാത്ത ആളുകൾ വായിക്കേണ്ട ഒരു ബുക്കാണ്, ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ബുക്കാണ്. ഒരു സ്വപ്ന ദർശനത്തിന്റെ പേരില് ഒരു സാന്റിയാഗോ എന്ന് പറഞ്ഞ ഒരു ഇടയ ബാലൻ നടത്തുന്ന യാത്രാ വിവരണമാണ്. ജസ്റ്റ് ഞാൻ തുടങ്ങുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, കഥയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു പള്ളിയിൽ വെച്ചിട്ട് ആടുകളെ മേച്ചുകൊണ്ട് അദ്ദേഹം കാണുന്ന ഒരു സ്വപ്നമാണ് പറയുന്നത്. രാവിലെ യാത്രയായി രാത്രി അന്തി ഉറങ്ങാൻ ഓരോരോ സ്ഥലങ്ങളിലെ ആടുകളെയും കൊണ്ട് മേച്ച് നടന്ന് ഒരു പള്ളിയിൽ ഉറക്കം എണീക്കുന്ന ഒരു രംഗത്തോട് കൂടിയിട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പുലർച്ചെ എണീറ്റ് ഒരു സ്വപ്നം കണ്ട് എണീക്കുകയാണ്.
നേരം പുലർച്ചെ എണീറ്റ് വരുമ്പോഴേക്കും ഞെട്ടി എണീക്കാണ്, ഒരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എണീക്കുകയാണ്. ആ സ്വപ്നത്തിൽ കാണുന്നത് അദ്ദേഹത്തിന് അത്ഭുതമുളവാക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം വേഗം എണീറ്റ് തന്റെ ആടുകളെയൊക്കെ പുറത്തേക്ക് ആക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ആ സമയത്ത് അവറ്റകൾ തന്നെ എണീറ്റിരുന്നു. ഈ സാന്റിയാഗോ എണീക്കുമ്പോൾ തന്നെ ഇവരും സാന്റിയാഗോ അത്രയും അടുപ്പായിട്ടുണ്ട്. 2 വർഷത്തോളമായിട്ട് ഈ ആളുകളുമായിട്ടുള്ള സമ്പർക്കം മൂലം അത്രയും അടുപ്പായിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ. അങ്ങനെ ആ സ്വപ്നം കണ്ടെണീറ്റ് ആ ഭാഗത്തോട് കൂടിയിട്ട് പെട്ടെന്ന് ട്വിസ്റ്റ് ആവുന്നത്, അങ്ങനെ അദ്ദേഹം വരാനുള്ള കാരണം, ഒരു സാധാരണ ഒരു കുടുംബത്തിലാണ് ഈ സാന്റിയാഗോ ജനിക്കുന്നത്. സാധാരണ ഒരു കൃഷിപ്പണിക്കാരായ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു 15 വയസ്സ് വരെ സാധാരണ എന്താ പറയാ ഒരു സ്പാനിഷ് ഭാഷയും ലാറ്റിനും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൈവ ഭാഷയും പഠിപ്പിക്കാനായിട്ട് പുരോഹിതനാക്കാനായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം. അപ്പോ ആ ഒരു ഇഷ്ടത്തിന് അദ്ദേഹത്തിനെ വിട്ട്, പക്ഷെ ഒരു കുറച്ച് നാൾ, ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു വരികയാണ്. എനിക്ക് ഈ പുരോഹിതന്റെ വേഷം എനിക്ക് യോജിച്ചതല്ല, എനിക്ക് നാട് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാന് ബുക്ക് അങ്ങനെ റിവ്യൂ ചെയ്യല്ല, എന്റെ മനസ്സിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ബുക്ക് വായിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോ എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? ഓക്കെ. ഒരു ദിവസം അദ്ദേഹം സാന്റിയാഗോ വന്ന് സ്വന്തം അച്ഛൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഞാനിത് എനിക്ക് പുരോഹിതനാവാൻ എനിക്ക് പറ്റില്ല, എനിക്ക് നാട് കാണണം. അപ്പൊ അച്ഛനുമായിട്ടൊരു സംവാദം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് സംവാദം. അച്ഛൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. കാരണം ഈ നാടിന് ആവശ്യമാണ്, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യകതയുള്ളതാണ്, ഒരു പുരോഹിതനായിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് ലോകം ചുറ്റി കാണണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ലോകം ഊരി ചുറ്റാൻ പോകുന്നത് ആട്ടിടയന്മാരായിട്ടാണ്. അപ്പോ കുറെ ആളുകൾ നമ്മുടെ നാടുകൾ കാണാനാണ്, നമ്മുടെ നാടാണ് നല്ല നാട്, ഇത് കാണാനാണ് ആളുകൾ അകലെ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു, പക്ഷെ നീ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ആ വാദപ്രതിവാദത്തിനിടയിൽ അച്ഛനെ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. സ്വന്തം മോന്റെ ആവശ്യത്തിന് അദ്ദേഹം വഴങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിന് വയലിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് അവനെ യാത്രയാക്കാണ്, ആടുകളെ വാങ്ങി എന്റെ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ എനിക്ക് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഒരു കുടുക്കിൽ പെട്ട് കിടക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം നിന്നിട്ട് അങ്ങനെ കഴിയാണ്. ഒരിക്കലും ആ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്കൊക്കെ പലർക്കും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് ആ കഥയുടെ മൂല്യം, തുടങ്ങുകയാണ് അവിടെ നിന്ന് തന്നെ ആ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും ജീവിതത്തിലേക്ക് അവന്റെ ഉള്ളിൽ ഒരു നല്ലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര പുറപ്പെടണം എന്നുള്ളൊരു മെസ്സേജ് തന്നുകൊണ്ടാണ് അവിടെ നിന്ന് ആ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ വലിയൊരു ഇത് തരുന്നുണ്ട് നമുക്ക് കവി. അവിടെ നിന്ന് ആ യാത്രയിലെ 2 വർഷത്തോളമായിട്ട് ഈ ഓരോരോ രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക് ഈ ആടുകളെയും കൊണ്ടുപോയി അവിടെ അന്തിയുറങ്ങി ലോകം മുഴുവൻ കാണാനും ആ കൊട്ടാരങ്ങൾ കാണാനും എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയാണ്. ആ ആടുകളെ അത്രയും ഇഷ്ടത്തോടു കൂടി നോക്കണം, അവയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ തീറ്റ എല്ലാത്തിനും മനസ്സിലാക്കാനും നല്ലപോലെ ആ യാത്രയിൽ എൻജോയ് ചെയ്ത്, ബുക്കുകളുമായിട്ട് എൻജോയ് ചെയ്ത് അദ്ദേഹത്തിന് പോകാനും പറ്റിയിട്ടുണ്ട് സാന്റിയാഗോ യാത്ര. അദ്ദേഹം ഇപ്പോ സാന്റിയാഗോ ആ യാത്രയിൽ ഒരു ടെരീഫ എന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവറ്റകളുടെ ഈ ആടുകളുടെ കമ്പിളി വിറ്റ് കിട്ടുന്ന കാശാണ് സ്വരൂപിച്ചുകൊണ്ട് ഈ ഒരു യാത്രയ്ക്ക് പോകാനുള്ളത്. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ആ യാത്രയുടെ ഉദ്ദേശത്തിന്റെ ഓർമ്മ വരുന്നത്. ഒരു ദിവസം 2 പ്രാവശ്യം ഉണരുമ്പോൾ അദ്ദേഹം ഒരേ സ്വപ്നം കണ്ടിരുന്നു. ഈജിപ്തിലെ പിരമിഡില് ഒരു വലിയ നിധി ഉണ്ടെന്നും ആ നിധി അദ്ദേഹത്തിന് ഒരു കുട്ടി വന്ന് എടുത്തു കൊണ്ടുപോയി ആ നിധിക്കരിക്ക് കൊടുന്ന് നിർത്തുകയാണ്. പെട്ടെന്ന് ആ കാഴ്ച കാണുമ്പോഴേക്കും അദ്ദേഹം ഉണരുകയാണ്. നിധി എവിടെയാണ് ഇരിക്കുന്നത് ആ കുട്ടി പറഞ്ഞു കൊടുക്കാനുള്ള ആ സമയമാകുമ്പോഴേക്കും ആ കുട്ടി പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. 2 പ്രാവശ്യം ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹം ഉണർന്നു. അപ്പോ ഈ ടെരീഫയിൽ ഒരു വൃദ്ധ സ്ത്രീ ഉണ്ട്, ജിപ്സി തള്ള എന്നാണ് പറയുന്നത്. ആ സ്ത്രീക്ക് ഈ സ്വപ്നങ്ങളെ മനസ്സിലാക്കി അതിന്റെ വഴി പറഞ്ഞു കൊടുക്കാനുള്ള, അത് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള
കഴിവുണ്ട്. സ്വപ്നങ്ങളെ വിലയിരുത്തിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുള്ളൊരു ലേഡിയാണ്. അപ്പോ അദ്ദേഹം അവരെ കാണാൻ വേണ്ടി ജസ്റ്റ് അവിടെ പോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ ഈ തള്ള പറയും, ഈ ജിപ്സി തള്ള എന്ന് പറയുന്ന സ്ത്രീ പറയും, നിനക്ക് ഇത് കിട്ടാനുള്ള മാർഗമുണ്ട്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയി പറയാണ്. പക്ഷെ നീ ഇത് പറയുമ്പോ ഞാൻ പറഞ്ഞു തന്നാൽ അതിന്റെ 10-1 എനിക്ക് തരണം എന്ന് പറയാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി അവരെ ഇരുന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോ ലാസ്റ്റ് അവർ പറഞ്ഞു, എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ നന്നായി പറയാൻ അറിയില്ല, നീ യാത്ര തുടരൂ, നിനക്കത് കിട്ടും എന്ന് പറയാണ്. അപ്പൊ ഓരോ യാത്രയില് നമുക്ക് ഓരോ വഴി, ഒരു ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ആളുകൾക്കൊക്കെ ഒരു വഴി അവിടെ തുറന്നു കിട്ടുന്ന പോലെ തന്നെ അവന് തോന്നി. അവൻ യാത്ര തുടരുകയാണ്. അവന്റെ കയ്യിൽ ബുക്കുകൾ ഉണ്ടായിരിക്കും. ഓരോ യാത്രയിലും ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വായിക്കുന്ന ബുക്കുകൾ മാറ്റിയെടുക്കാറുണ്ട്. അവൻ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം, കഴിഞ്ഞ പ്രാവശ്യം ഈ കമ്പിളി ആണ്, ഈ ആടിന്റെ രോമം വിറ്റ് കിട്ടുന്ന കാശാണെന്ന് പറഞ്ഞല്ലോ, ഈ കമ്പിളി മേടിച്ച മുതലാളിയുടെ അടുത്ത് എത്താനും അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കാണാനും അവരോട് ഈ യാത്രാ വിവരണങ്ങൾ പറയാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഇവർ യാത്രയിൽ വീഞ്ഞ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ കുപ്പിയില് വീഞ്ഞ് നിറച്ചുകൊണ്ട് അദ്ദേഹം യാത്ര തുടരാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നല്ല വെയില്, നല്ല ചൂടാണ്. അപ്പോ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ വന്ന് അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുകയാണ്. വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് അത്. അദ്ദേഹം പറഞ്ഞു, ഇവന്റെ അടുത്ത് സംസാരിക്കാനുള്ള ചില ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് അറിയുന്ന പോലെ അദ്ദേഹം എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ അവനുണ്ടാവുകയാണ്. അപ്പോ അവൻ പെട്ടെന്ന് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് തന്റെ വലിയൊരു ബുക്ക് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് വായനയിൽ തുടരുകയാണ്. അപ്പോ അദ്ദേഹം ചോദിച്ചു, ഈ ബുക്ക് ഏതാണെന്ന് ചോദിച്ചപ്പോ ഈ ബുക്ക് അദ്ദേഹത്തിന് നെറ്റിയായി. കാരണം വൃദ്ധനായ ഒരാൾക്ക് ഈ ബുക്കിനെ കുറിച്ച് അറിയില്ലല്ലോ എന്ന ധാരണയിൽ ആ ബുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടായത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ വായിച്ചിട്ടുള്ള ബുക്കാണ്, ഇതിൽ അധികം ഒന്നും ഇല്ല എന്നാണ്. അപ്പൊ പെട്ടെന്ന് ഇവന് ജിജ്ഞാസ തോന്നുകയാണ്, ഇത്രയും വയസ്സായ ഒരാൾക്ക് ഈ ബുക്കിനെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോ ആള് പറയാണ്, പേര് പറയുന്നില്ല, പക്ഷെ ഞാൻ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു രാജാവാണ് എന്ന് പറയാണ്. അതവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അപ്പോ പെട്ടെന്ന് അവന്റെ പഴയ കാര്യങ്ങള്, അവന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇവനോട് പറയാം. അപ്പൊ അവന് മനസ്സിലായി എന്തോ കഴിവുള്ള ഒരാളാണ് എന്ന് പറയണം. അവനോട് പറയാണ്, നിനക്ക് നിധിയിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം. ഇവൻ ചോദിക്കാതെ തന്നെ പറയാണ്, നിധിയിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം, നീ അത് നിനക്ക് കണ്ടെടുക്കാനുള്ള കഴിവുണ്ടെന്ന് പറയും. അപ്പൊ അവൻ ചോദിക്കുമ്പോ, നാളെ വരൂ, അപ്പൊ ഞാൻ പറയാം, പക്ഷെ നീ വരുമ്പോ നിന്റെ 10-1 ആടിനെ എനിക്ക് തരണം. ആ കണ്ടീഷനിൽ അദ്ദേഹം പറഞ്ഞു പോയി. പിറ്റേ ദിവസം ഈ ആടിനെ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് ഈ ആടിനെ കൊടുത്തു. അതേപോലെ തന്നെ അദ്ദേഹം ഇവന് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മാർച്ചിട്ട് തുറന്നുകൊണ്ട് 2 കല്ലുകൾ ഇവന് കൊടുത്തു. നിന്റെ യാത്രയിൽ ഈ കല്ലുകൾ നിനക്ക് ഉപകാരപ്പെടും. ഇതിനോട് നീ എന്ത് ചോദിച്ചാലും ഇതിലെ ഒരു കല്ല് നിനക്ക് അതേ എന്നും ഒരു കല്ല് നിനക്ക് ഇല്ല എന്നുള്ള ഉത്തരം തരും. ധൈര്യമായിട്ട് നിനക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ സാന്റിയാഗോ യാത്രയാവുകയാണ്. നമ്മുടെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില് ആടുകളൊക്കെ വിറ്റ് ആ പണം കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയാവാണ്. ഈജിപ്തിലേക്ക് പോയി അവിടെ ഭാഷ വശമില്ല. ആഫ്രിക്കയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ആഫ്രിക്കയിൽ പോയി അദ്ദേഹത്തിന് ഭാഷ വശമില്ല. അവിടെ ചെന്ന് വല്ലാത്ത ദാഹം തോന്നി അദ്ദേഹം ഒരു കടയിൽ കയറിയിട്ട് വീഞ്ഞാണെന്ന് വിചാരിച്ച് വീഞ്ഞ് കടയാണെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അത് നല്ല ചൂടുള്ള ചായ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ആംഗ്യം കാണിച്ചപ്പോൾ കൊണ്ടുവന്ന് വെച്ചത് ചായയായിരുന്നു. അദ്ദേഹം അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പാനിഷ് അറിയാവുന്ന ഒരാൾ ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ഈ ഹെൽപ്പ് ചെയ്യാനായി വന്നപ്പോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ട്. ഈ ചായക്കടക്കാരൻ ഇദ്ദേഹത്തിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഈ വന്ന ആള് ഫ്രോഡായിരുന്നു. അവരുടെ പണം തട്ടിക്കൊണ്ടുപോകാനുള്ള രീതിയിലാണ് വന്നത്.
ഈ ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ കുതിരയെ ഒട്ടകത്തെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ഈ പണവും കൊണ്ട് മുങ്ങുകയാണ്. ഏതൊരാൾക്കും ജീവിതത്തിലെ ഒരു യാത്രയിൽ പോകുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മള് എന്താ പറയാ, നമ്മള് സമ്പാദിക്കുക, അത് മുക്കിക്കളയുക, വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് ജീവിത വിജയം നേടിയിട്ടുള്ളത്. ആ ഒരു സ്റ്റേജിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ പഠിക്കുക, മറക്കുക, വീണ്ടും പഠിക്കുക എന്നുള്ളൊരു തിയറി, അത് അവിടെ ശരിക്കും പ്രാവർത്തികമാവാണ്. ആ കഥയില് അത്രയും ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ, ഞാൻ 20 മിനിറ്റ് അല്ലേ ഉള്ളൂ നമുക്ക് ഓടിച്ച് അവിടെ എത്തിക്കേണ്ടത്, അതുകൊണ്ടാണ് അതിന്റെ പോയിന്റുകളിലേക്ക് പോവാത്തത്. നമുക്ക് അവിടെ വെച്ച് എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ ഒരു മുഖം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടും. എല്ലാം നഷ്ടപ്പെട്ട് ഇത്രയും നമ്മൾ സാഹസം ചെയ്ത് അവിടെ എത്തി അദ്ദേഹം, സാന്റിയാഗോന് അവിടെ എത്തി ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇനി എന്താണ്, ഭാഷ വശമില്ല, ഒരാളോട് സംസാരിക്കാൻ അറിയില്ല. ഇദ്ദേഹത്തെ കുറെ തെരഞ്ഞു, പക്ഷെ കണ്ടുകിട്ടിയില്ല. ഈ കള്ളനെ കണ്ടുകിട്ടിയില്ല. ആ പട്ടണത്തിന്റെ ഒരു ചെരുവിൽ അദ്ദേഹം കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റ് നോക്കുമ്പോൾ ആ വിജനമായ സ്ഥലം, ആരുമില്ല, എന്താണ് ചെയ്യേണ്ടെന്ന് ഒരു രൂപവുമില്ല. ആ സമയത്ത് എണീറ്റ് കടകളൊക്കെ തുറന്നു തുടങ്ങി. ഒരു പലഹാര കച്ചവടക്കാരൻ്റെ അവിടെ പോയി അദ്ദേഹം ഒന്നും നോക്കാൻ പോയില്ലല്ലോ, എവിടെയാണ് കയറേണ്ടെന്നൊരു രൂപമില്ല. അയാളെ കുറച്ചു നേരം ഹെൽപ്പ് ചെയ്ത് ഭക്ഷണത്തിനുള്ള വകയുണ്ടാക്കി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചു. എന്താണെന്ന് അറിയില്ലെങ്കിലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കുറെ ദൂരം നടന്നപ്പോ ഒരു സ്ഫടിക ഗ്ലാസ് കട ഗ്ലാസുകൾ വിൽക്കുന്ന കട കാണാണ്. ആ രാജ്യത്ത് ആദ്യം വലിയൊരു നഗരമായിരുന്നു. പിന്നീട് ആ നഗരം വേറൊരു നഗരം വന്നപ്പോൾ അത് ശോഷിച്ചു പോയി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തന്നെയാണ്. നമ്മളൊക്കെ ഒരു കച്ചവടം അല്ലെങ്കിൽ സ്ഥാപനം നടക്കുന്ന ഒരു സ്ഥലത്ത് അപ്പുറത്ത് വേറൊരു പുതിയത് വരുമ്പോൾ നമ്മളൊക്കെ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു കഥ അതിൽ ശരിക്കും ഓർമ്മിപ്പിക്കുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ നഗരം പോലും അങ്ങനെ നശിച്ച ഒരു രീതിയിൽ നിൽക്കുന്ന നഗരത്തിലാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. അവിടെ ജസ്റ്റ് അവിടെ കയറി, ആ ഗ്ലാസ് കടയിൽ കയറി അവരോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ച് കയറി. അപ്പൊ ഗ്ലാസുകളൊക്കെ ഇങ്ങനെ എല്ലാ ഗ്ലാസുകളും ഇങ്ങനെ ആകെ ചെളി പിടിച്ച് പൊടി പിടിച്ച്, കച്ചവടമൊന്നും തീരെയില്ലല്ലോ, അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഈ കടയിൽ കയറി ഗ്ലാസുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സമയത്ത് 2-3 പേര് വന്നിട്ട് ഈ ഗ്ലാസുകൾ വാങ്ങി പോവാണ് കച്ചവടം ഇല്ലാത്ത സ്ഥലത്ത്. അപ്പോ ആ കടക്കാരന് തോന്നി ഇവനൊരു നിമിത്താണല്ലോ എന്ന് തോന്നി. ഇവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ഇവിടെ നിന്നിട്ട് എനിക്ക് ഈജിപ്തിലേക്ക് പോകാനുള്ള പണം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സമ്പാദിച്ചു പോകാനാണെന്ന് പറയാം. അപ്പൊ അദ്ദേഹം പറയാണ്, കടക്കാരൻ പറയാണ്, നിനക്ക് ഒരിക്കലും പറ്റില്ല, അവിടെ ഒരു 2 വർഷമോ 3 വർഷമോ നിന്നാൽ പോലും നിനക്ക് ഈജിപ്തിൽ എത്താനുള്ള പണം ഉണ്ടാക്കാൻ പറ്റില്ല, പോരാത്തന്നെ ഈ കടയിൽ കച്ചവടം തീരെയില്ല എന്ന് പറയാണ്. അങ്ങനെ ഇവൻ ആകെ വിഷമിച്ച് ഇരിക്കുകയാണ്. യാത്ര വേണമെങ്കിൽ തിരിച്ചു പോകാനുള്ള പണം ഞാൻ നിനക്ക് തരാം, ഈ നാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറയാണ്. പക്ഷെ അവൻ ഒരിക്കലും തിരിച്ചു പോകാൻ തയ്യാറുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എന്തായാലും താങ്കളുടെ കൂടെ കൂടുകയാണെന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിന്റെ കൂടെ കൂടുക. അപ്പോ ഈ കടക്കാരൻ, സ്പടിക ഗ്ലാസ് കടക്കാരൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത്, സാന്റിയാഗോന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ നിനക്ക് ഇനി ഇവിടെ കച്ചവടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിനക്ക് ഞാൻ തരാം. അവിടെ നിന്ന് തുടങ്ങി ആ കട ഓരോ ദിവസവും ആ ഒരു നിമിത്തം പോലെ ആ കട നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കിട്ടുന്നതിന്റെ ഒരു ലാഭം ഇവനും കൊടുത്തുകൊണ്ടിരുന്നു. ഇവന്റെ മനസ്സിൽ ഓരോരോ ആശകൾ വീണ്ടും ഉണർന്നു തുടങ്ങി. കടയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ആളുകളെ ആകർഷിക്കാനായിട്ട്, മുതലാളിയുടെ അടുത്ത് പറഞ്ഞു, ആളുകളെ ആകർഷിക്കാനായിട്ട് നമുക്കൊരു അലമാരി പണിത് ഈ എന്താ പറയാ സ്പടിക ഗ്ലാസുകളൊക്കെ നമുക്ക് നല്ല പോലെ ഭംഗിയിൽ നിരത്തി വെക്കണം. ഇത് നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ നമ്മുടെ കടയിലേക്ക് വരും എന്ന് പറഞ്ഞു. ആദ്യം നിരസിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു, ഇവന്റെ വരവ് അദ്ദേഹത്തിന് വലിയ ഗുണമായി എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ആള് സമ്മതിച്ച് ആ ഒരു ചില്ല് പാത്രങ്ങൾ അതിൽ നിരത്തി വെച്ച് ആളുകൾ കാണാൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാക്കി വെച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുക എന്നുള്ളൊരു സന്ദേശം അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നുണ്ട്, കഥയിൽ കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവന്ന് ആ കടയിൽ കച്ചവടങ്ങളായി. വീണ്ടും ആ ഗ്ലാസുകളിൽ ചായ, ചൂടുള്ള കാപ്പി പകർന്നു നൽകുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി വെച്ചു. ഇതുകൂടി ആയപ്പോൾ ഈ കുന്നിൻ ചെരുവിലാണ് ഈ കട ഉണ്ടായിരുന്നത്. ആളുകൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. അതിന്റെ രുചി അറിഞ്ഞിട്ടും അന്ന് വരെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. സ്പടിക ഗ്ലാസുകളിൽ ചായ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറെ ആളുകൾ അവിടെ വന്ന് കച്ചവടങ്ങളൊക്കെ നല്ല രീതിയിലായി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതലാളി ചോദിച്ചു, നിനക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല, പറഞ്ഞയക്കാൻ ഇഷ്ടമില്ല.
എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ശരി, ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആ കിട്ടിയ പണവുമായിട്ട് വീണ്ടും യാത്ര തുടരാൻ വേണ്ടി ഇറങ്ങുകയാണ്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ യാത്ര തുടരണോ അതോ ഈ പണവും കൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ ആടുകളെ വാങ്ങി വീണ്ടും എൻ്റെ നാട്ടിൽ നല്ല രീതിയിൽ ഞാൻ ചെന്നെത്തി, എൻ്റെ യാത്ര ഇവിടെ ഇതായിരുന്നു എൻ്റെ നിധിയെന്ന് പെട്ടെന്ന് അവനൊരു തോന്നൽ വരികയാണ്. നമ്മുടെ യാത്രയ്ക്കുള്ളിൽ നമുക്ക് പലപ്പോഴും നമ്മളതിനെ പിടിച്ച് നമ്മളൊരു ലക്ഷ്യം വെച്ച് യാത്രയാകും, പലപ്പോഴും നമുക്ക് പിടിച്ച് ബാക്കിലേക്ക് വലിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മളൊരു ചെറിയൊരു ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ ആ വലിയ ലക്ഷ്യത്തിനെ നമ്മൾ മറന്നു പോകുന്നതാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ടായി. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ വിചാരിച്ചു, ഇത്രയും വലിയ ഒരു ഇതിലൂടെ കടന്നു പോയിട്ട്, പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ട് എനിക്ക് ഇത്രയും സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ കഴിവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് ഒന്നുകിൽ വീണ്ടും ഇതൊക്കെ നഷ്ടപ്പെട്ടാലും വീണ്ടും എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2 മണിക്കൂർ കൊണ്ട് എൻ്റെ നാട്ടിലെത്താം, പക്ഷെ 2 ദിവസം കൊണ്ട് എൻ്റെ നാട്ടിലെത്താം. പക്ഷെ ഇനി ഈ നിധിയെ തെരച്ചിൽ എനിക്ക് സാധിക്കില്ല. വീണ്ടും അദ്ദേഹം ഈ നിധിയെ തേടി ആ തീരുമാനം മാറ്റി വീണ്ടും യാത്ര പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്ന് ഈ സ്ഫടിക മുതലാളിയുടെ ഒരു കൂട്ടുകാരൻ ഒട്ടക കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഒരു പുതിയൊരു ഒട്ടകത്തെ വാങ്ങി ഈജിപ്തിലേക്കുള്ള യാത്ര തുടരാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ കുറെ ആളുകള് ഈജിപ്തിലേക്ക് പോകാൻ, അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ഈ മണലാരണ്യത്തിലൂടെ പോകാൻ അവരെല്ലാം റെഡി ആയിരിക്കുകയാണ്. വളരെ ക്ലേശം നിറഞ്ഞ യാത്രയാണ്. കാരണം എന്തും സംഭവിക്കാം, മരുഭൂമിയിൽ എന്തും സംഭവിക്കാം. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കാറ്റുകളും കാര്യങ്ങളും കൊള്ളക്കാരും ഒക്കെയുള്ള ആ രാജ്യത്തിലൂടെ പോകുമ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അപ്പൊ അങ്ങനെ അതിനൊരു കൂട്ടം ആളുകളായിട്ടാണ് പോവുക. അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് വളരെ അത്രയും കഴിവുള്ള ഒരാളായിരിക്കും, ഒരു പട്ടാളത്തിന്റെ അല്ലെങ്കിൽ ഒരു അത്രയും സൈനികന്റെ അത്രയും കഴിവുള്ള ആളുകളായിരിക്കും അവരൊക്കെ നയിച്ചു കൊണ്ടുപോകുന്നത്. അവരെല്ലാം കൂടി യാത്ര തുടരാണ്. യാത്ര തുടരുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരനെ കൂടി ഇതിൽ അദ്ദേഹത്തിന് കൂടെ കിട്ടുകയാണ്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകത ആൽക്കമിസ്റ്റ് എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ആൽക്കമി കണ്ടുപിടിക്കുന്ന ആള്, രസവിദ്യ പഠിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമുക്ക് ഈയം അങ്ങനെയുള്ള ലോഹങ്ങളെ സ്വർണ്ണാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് കണ്ടെത്താനും അതിനെക്കുറിച്ച് പഠിക്കാനും ഈജിപ്തിൽ എവിടെയോ ഒരു മന്ത്രവാദി ഉണ്ട്, അദ്ദേഹത്തെ കാണാനാണ് ഈ ഇംഗ്ലീഷുകാരനും കൂടെ പോകുന്നത്. അപ്പൊ ഇവര് യാത്രയിൽ രണ്ടുപേരും ബുക്ക് ഇംഗ്ലീഷുകാരന്റെ കയ്യിൽ ഇതിനെ കുറിച്ചുള്ള ഇഷ്ടം പോലെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഈ ബുക്കുകളൊക്കെ ഇവരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ യാത്ര തുടരുകയാണ്. യാത്ര തുടരുമ്പോൾ ആരും ഒന്നും അധികം സംസാരിക്കാറില്ല. കാരണം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. അവിടെ എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് എല്ലാവരും പല പല ലക്ഷ്യത്തോട് കൂടിയിട്ട് യാത്ര തിരിക്കുന്ന ആളാണ്. ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പല പല രീതിയിലുള്ള കുട്ടികളൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ അവരെയും കൊണ്ട് യാത്ര തിരിക്കുന്നത്, പല പല ലക്ഷ്യത്തോട് കൂട്ടിയിട്ടാണ് യാത്ര തിരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഇവരുള്ളത്. ഇവരെങ്ങനെ യാത്ര തുടരുന്നതിന്റെ ഇടയിൽ ഒരു വാർത്ത എത്തിക്കുകയാണ്, അവിടെ മരുഭൂമിയിൽ എവിടെയോ യുദ്ധം നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവര് കുറച്ച് കഴിഞ്ഞപ്പോ ആലോചിച്ച് എന്ത് വന്നാലും ബാക്കിലേക്ക് പോകാൻ പറ്റില്ല, തിരിച്ചു പോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. യാത്ര തുറന്നുകൊണ്ടേയിരിക്കുമ്പോൾ രാത്രികളിൽ സംസാരം ഉണ്ടാക്കലൊക്കെ കുറച്ച് ലൈറ്റുകളൊക്കെ ഒക്കെ കെടുത്തി, അതായത് സീക്യൂരിറ്റി ലൈറ്റുകൾ ഉണ്ടാക്കിയതൊക്കെ കെടുത്തി വളരെ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു ഭാഗങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് രണ്ട് ഈ ചാരന്മാർ, അതായത് ചാരന്മാരല്ല പട്ടാളക്കാർ, ഈ യാത്രയിൽ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ബഡോയിമാരെന്നാണ് പറയുക അവരെന്നെ. അവരിങ്ങനെ വന്ന് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ ഇവിടെ അധികം പോവാതെ നല്ല ശ്രദ്ധിച്ച് നിങ്ങൾ പോകണം, സൗണ്ടുകൾ ഉണ്ടാക്കാതെ പോകണം എന്നുള്ള നിർദ്ദേശങ്ങൾ വന്ന് കൊടുത്തിരുന്നു. അവരങ്ങനെ പോയി ഒരു സ്ഥലത്ത് ഒരു മരുപ്പച്ച കണ്ടാൽ നിങ്ങൾക്ക് അവിടെ വിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവാണ്. അവിടെ പോയി കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് ലാസ്റ്റ് അവരൊരു മരുപ്പച്ച കണ്ടെത്തുകയാണ്. മരുപ്പച്ച കണ്ടെത്തി അവിടെ മരുപ്പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഗ്രാമം, അവിടെ വഴക്കോ യുദ്ധങ്ങളോ ഒന്നും പാടില്ല. അങ്ങനെ കുറെ ഈന്തപ്പനകളും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ യാത്രയിൽ അവിടെ ഇവിടെയൊക്കെ വളരെ ദൂരങ്ങൾ എത്തുമ്പോൾ മാത്രം കാണുന്ന ഒരു ഇതാണ്. അവിടെ എത്തി, അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ സ്ഥലമാണ്. അവിടെ ഇവരുടെ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതെല്ലാം അവിടെ ഏൽപ്പിക്കണം. വന്നിട്ടുള്ള ആളുടെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതെല്ലാം അവിടെ ഏൽപ്പിച്ചിട്ട് വേണം, സറണ്ടർ ആവാന്നാണ്, അവിടെ ഏൽപ്പിച്ചിട്ട് വേണം അവിടേക്ക് കിടക്കാനായിട്ട്. നമ്മുടെ കയ്യിലുള്ളതെല്ലാം അവിടെ ഏൽപ്പിച്ചിട്ട് വേണം അവിടെ കിടക്കാനായിട്ട്. അവിടെ എത്തിയ വഴിക്ക്
ഈ ആൽക്കമിസ്റ്റ്, അതായത് ഈ ഇംഗ്ലീഷുകാരൻ തിരയുന്നത് ഇവിടെ ആൽക്കമിസ്റ്റിനാണ്. അവിടെ ചെന്ന് വേഗം ഇറങ്ങി ഇങ്ങനെ ഒരാളുണ്ടോ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഈ മരിപ്പച്ചിൽ എവിടെയോ ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ആരാണ് ഈ സ്വർണ്ണാക്കുന്ന വിദ്യ പഠിക്കാനായിട്ട് ആരാണെന്ന് അറിയില്ല. അപ്പൊ അത് ഈ സാന്റിയാഗോയും ഈ ഇംഗ്ലീഷുകാരനും കൂടിയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടങ്ങി. ഈ ആൽക്കമിസ്റ്റിന് തെരച്ചിൽ തുടങ്ങി. അവർ 1-2 പേരോട് കണക്റ്റിംഗ് കരക്കിൽ ചെന്നിരുന്നിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അവർ 1-2 പേരോട് ഇതിനെ കുറിച്ച് ചോദിച്ചു. ഇദ്ദേഹം ഇങ്ങനെ ഒരാളുണ്ടോ ഇവിടെ, ഒരു സ്വർണ്ണാക്കുന്ന ഒരാളുണ്ടോ? പലർക്കും അത് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചോദ്യം മനസ്സിലായില്ല. പെട്ടെന്ന് ഇംഗ്ലീഷുകാരൻ ചോദിക്കാണ്, ഇവിടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കുന്ന ഒരു മന്ത്രവാദി ഉണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോ അവിടെയുള്ള ആളുകൾ, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങളോട് വന്ന് പോവല്ലോ ഉണ്ട്, ഇവിടുത്തെ ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെടലുണ്ടാന്ന് പറയാണ്. അപ്പോ ഈ ഇംഗ്ലീഷുകാരന് മനസ്സിലായി ഇവിടെ തന്നെയാണ് ഈ ആൽക്കമിസ്റ്റ് ഉള്ളത്. അവന് സന്തോഷമായി. പിന്നെയും അടുത്ത ആളുകളോട് ചോദിക്കുന്നതിന്റെ ഇടയിൽ ഈ സാന്റിയാഗോയോട് പറയാണ്, നീ അന്വേഷിക്ക്, ചോദിച്ചറിയുന്ന പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി, തട്ടൊക്കെ ഇട്ടൊരു പെൺകുട്ടി വന്ന് വെള്ളം കോരാനായിട്ട് വരുമ്പോൾ ഈ പെൺകുട്ടിയോടാണ് സാന്റിയാഗോ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. സാന്റിയാഗോ ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ, ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം ആവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഇഷ്ടമാണ്. ആ പെൺകുട്ടിയുടെ പേര് ഫാത്തിമ എന്നാണ്. അവര് ചോദിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം ചോദിച്ചു എവിടെയാണ് ഇങ്ങനെ ഒരു കഴിവുള്ള ഒരു മന്ത്രവാദി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു തെക്കേ ആ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ആ ഭാഗത്ത് എവിടെയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയാം. അവിടെ നിന്ന് ഈ ഇംഗ്ലീഷുകാരന് വളരെയധികം സന്തോഷമായി. ഇംഗ്ലീഷുകാരൻ എത്രയും വേഗം അദ്ദേഹത്തെ കാണാനായിട്ട് ആ ഭാഗത്തേക്ക് പോയി. ഇദ്ദേഹത്തെ കണ്ടു, ഈ ആൽക്കമിസ്റ്റിനെ കണ്ടു. പക്ഷെ അദ്ദേഹം കൊടുത്തത്, നീ നിന്റെ ഈ വിദ്യ പഠിക്കാനുള്ള പ്രക്രിയ തുടരൂ എന്നുള്ളതാണ് പറഞ്ഞത്. അവനെ പറഞ്ഞു വിടാണ്. നമ്മള് ഒന്നും ഒരാളിൽ നിന്ന് വെറുതെ കിട്ടുന്നതല്ല, അതെല്ലാം ജീവിതത്തിലെ പകർത്താനുള്ള അവനവന്റെ എന്താ പറയാ, അവനവന്റെ കഴിവുകൾ വികസിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ സ്വയം നേടിയെടുക്കേണ്ട എന്നുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടുന്നത്. അങ്ങനെ അവർ കുറച്ചു നാള് അവിടെ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് യാത്ര തുടരാൻ പറ്റുള്ളൂ. എന്നാണ് യുദ്ധം കഴിയാന്ന് അറിയില്ല. കാരണം ഈ 2 ചേരിക്കാർ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തില് വിജയിക്കുക എന്നുള്ളത് അവനവന്റെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം എത്ര വേണമെങ്കിൽ നീളാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവര് കുറച്ച് നാൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു ഘട്ടം വരികയാണ്. അപ്പോ ഈ സാന്റിയാഗോ ഓരോ യാത്രയിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവന് ഓരോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പഠനത്തിന്റെ ഓരോരോ യാത്രയിലും ആസ്വദിച്ചുകൊണ്ട് മരുഭൂമിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കാറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുക. ആ ബുക്കുകളും കുറെ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം സാന്റിയാഗോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 കഴുകന്മാരെ കാണുകയാണ്. 2 കഴുകന്മാരെ കണ്ട് അത് പെട്ടെന്ന് 2 പേരും കൊത്തുകൂടി അവിടെ താഴെ വീഴുന്ന പോലെ കാണാം. അപ്പൊ പെട്ടെന്ന് ഒരു നിമിത്തം പോലെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നാണ്, ഈ മരുപ്പച്ചയെ ആക്രമിക്കാനായിട്ട് ആരോ കുറച്ച് പട്ടാളക്കാർ ഇവിടെ വരുന്നുണ്ട്, കൊള്ളക്കാർ ഇവിടെ വരുന്നുണ്ട് എന്ന് തോന്നാം. ഇത് അവിടുത്തെ കൂടെയുള്ള ആളോട് പറയുന്നു, ഇവിടുത്തെ മെയിൻ ആളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറയാണ്. സാന്റിയാഗോയ്ക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, കൂടെ ഉണ്ടായിരുന്നു, നീ തന്നെ പോയി പറയണമെന്ന് പറഞ്ഞ് അവിടെ പോയി പറഞ്ഞ് സാന്റിയാഗോയോട് പറയാണ്, ഇത് ശരിയാണെങ്കിൽ, അവിടെ കുറെ സംസാരങ്ങളൊക്കെ ഉണ്ടാവണം. ഇവരുടെ എന്താ പറയാ, ഈ കൊട്ടാരത്തിന്റെ ഒരു സദൃശ്യമായിട്ടായിരുന്നു അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോ, വളരെ ഒരു ചെറിയ കൂടാരായിരുന്നു. ആ കൂടാരത്തിന്റെ ഉള്ളിൽ പോയപ്പോ ഇത്രയും വലിയൊരു അവൻ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത അത്രയും വലിയ കൊട്ടാര സദൃശ്യമായ ഇതിന്റെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള ആഹ്ലാദങ്ങളും, ഒരു കൊട്ടാരം എങ്ങനെയാണ് ആ രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കുറെ മന്ത്രിമാരുണ്ടായിരുന്നു, അവിടുത്തെ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറയുമ്പോൾ അവർ പറയാണ്, ഈ നിമിത്തം പണ്ടും ഇതേപോലെ വന്നിട്ടുള്ള ഒരു യാത്രക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ഉണ്ടായിട്ടില്ല, യുദ്ധമല്ല വേറെ എന്തോ കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാനിത് വിശ്വസിക്കുന്നു തൽക്കാലം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, നിനക്ക് ഇതിൽ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഓരോ തല അറുത്തിടുമ്പോഴും അതിനുള്ള സ്വർണ്ണ നാണയം നിനക്ക് തരും. ഇല്ലെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ നിന്റെ തല ഇവിടെ ഉരുളും എന്നിങ്ങനെ പറയാം. ഓക്കെ,
അപ്പൊ അത് സമ്മതിച്ച് അവൻ പുറത്തു പോയി അവിടെ അവൻ പുറത്തു പോയി. രാവിലെ എല്ലാവർക്കും ഈ മരുപ്പച്ചയുടെ ഉള്ളില് എന്താ പറയാ, നമുക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അന്ന് മാത്രം അവിടെ എല്ലാവരോടും ആയുധങ്ങൾ ഉപയോഗിക്കാനും നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവനെ അവിടെ ഇരുത്തി. കുട്ടികളെയും പെണ്ണുങ്ങളെ അവരുടെ ലേഡീസിനെയൊക്കെ നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി. പിറ്റേ ദിവസം ഇവരറിയാതെ ഈ കൂടാരത്തിൽ വന്നിട്ട് ആക്രമികൾ വന്നിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇവരെല്ലാവരെയും വധിക്കാനും കാര്യങ്ങളും പറ്റി. അപ്പോ എത്രയോ പേരെ കൊന്നു. ആ കൊന്നതിന്റെ ഒക്കെ തല എണ്ണി അതിന്റെ പ്രതിഫലം എന്നാണ് ഇവന് കുറെ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുകയാണ്. ആ സമയത്ത് അവിടെ ആൽക്കമിസ്റ്റ്, അവിടെ പറഞ്ഞല്ലോ ഈ ഇംഗ്ലീഷുകാരൻ കാണാൻ വന്ന ആൽക്കമിസ്റ്റ് വന്ന് ഇവനോട് പറയണം, ആരാണ് നീ ഇവിടെ ഈ വിധി പറയാനായിട്ട്, ഈ ഇവിടത്തെ കാര്യങ്ങൾ പറയാനായിട്ട്, മുൻകൂട്ടി കാര്യങ്ങൾ പറയാനുള്ള കഴിവ് നിനക്ക് ആരാണ് തന്നത്, നിന്നോട് ആരാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇവൻ ഈ ഭീഷണിക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവനെ പരീക്ഷിക്കുകയാണ്. നിനക്ക് തീർച്ചയായിട്ടും ഈജിപ്തിലെത്തി നിനക്ക് ആ നിധി കണ്ടെത്താനുള്ള വഴി തുറന്നു കെട്ടുമെന്ന് പറയാണ്. ഞാന് ടൈം ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു സെഷനോട് കൂടിയിട്ട് തീർക്കാം. അല്ലെങ്കിൽ നമുക്കിനി എന്തെങ്കിലും നിങ്ങളൊക്കെ ഈ ബുക്കൊക്കെ വായിച്ച് ബാക്കിയുള്ളതിലേക്ക് എത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. 6:17 ആയിട്ടുണ്ട്. ഹലോ, ചെയ്യാം. കുറച്ച് സമയം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ കഴിയോ? എന്താണ് ഈ ബുക്കിന്റെ അറിയാലോ, ഏകദേശം എല്ലാരും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഈ ആൽക്കമിസ്റ്റ് ഇവനെ ഈ നിധി കണ്ടെത്താനുള്ള ഒരു ശ്രമവുമായിട്ട് ഇവനെയും കൊണ്ട് ഈ ഒട്ടകത്തെ വിറ്റ്, ഒട്ടകത്തിന് പെട്ടെന്ന് ക്ഷീണിക്കുന്നത്, ഒട്ടകം പെട്ടെന്ന് ക്ഷീണിതനാകുന്നത് പെട്ടെന്നായിരിക്കും, അതുകൊണ്ട് നമുക്ക് അതറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒട്ടകത്തെ വിറ്റ് കുതിരയെ വാങ്ങിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ് കുതിരയെ വാങ്ങി അവർ യാത്ര തുടരുകയാണ്. ആൽക്കമിസ്റ്റ് ആണ് ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഭയങ്കര കഴിവുള്ള ഒരാളാണ്. ഒരു 200 വയസ്സായിട്ടുണ്ടെന്നാ പറയുന്നത്. ഈ ആൽക്കമിസ്റ്റിന്റെ പ്രത്യേകത, ആൽക്കമിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകത, അവർക്ക് രസവിദ്യ പഠിക്കാനും അവർക്ക് 2 തരത്തില് ഉള്ള കാര്യങ്ങളിൽ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും യൗവനം നിലനിർത്താനുമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മരുന്ന് കണ്ടെത്താനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അത് പ്രാണസുധാനം ചിന്താമണി എന്നുള്ള ഒരു ദ്രവ്യം, ഒരു ദ്രാവകം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കണക്കാക്കിയിരുന്നത്. ഇവർ യാത്ര തുടർന്ന് യാത്രയുടെ ഇടയിൽ കുറച്ച് പട്ടാളക്കാർ വന്നവരെന്നെ പിടികൂടുകയാണ്. എവിടേക്കാണ്? ചാരന്മാരാണെന്ന് പറഞ്ഞ് പിടികൂടുകയാണ്. അവിടെ വെച്ച് അവരെ ബന്ദികളാക്കി നിങ്ങളെ കൊല്ലാൻ പോവാണെന്നുള്ള രീതി പറഞ്ഞപ്പോൾ ആൽക്കമിസ്റ്റ് പറയാണ്, ഞങ്ങളിവിടെ ഒരു യാത്ര, ഇവനെ യാത്ര തുടരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയാണ്. അപ്പോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സമ്മാനവും കൂടി തരാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ഈ രാജാവിന് കൊടുക്കുകയാണ്. ഇവൻ വളരെ കഴിവുള്ള ഒരാളാണ്, പ്രകൃതിയെ ഒക്കെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് പറയാം. അപ്പൊ അത് തെളിയിക്കാൻ പറയാണ്, ഇവന് കാറ്റിനെ എന്തിനു വേണമെങ്കിലും കാറ്റിനെ പറത്തി ഈ കൂടാരം, നിങ്ങളുടെ ടെന്റ് മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുള്ള ഒരാളാണെന്ന് പറയും. അപ്പോൾ കളിയാക്കിക്കൊണ്ട് അവിടുത്തെ പട്ടാളക്കാർ ഇവനോട് പറയണമെങ്കിൽ അത് കാണണം, അതിനുശേഷം നിന്നെ കൊല്ലുന്നുള്ള 3 ദിവസം കഴിഞ്ഞ 3 ദിവസത്തിന്റെ ഉള്ളിൽ നീ അത് തെളിയിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുന്നതാണെന്ന് പറയാം. അവിടെ വെച്ച് ഇവൻ സാന്റിയാഗോ ഫസ്റ്റ് ദിവസം 2 ദിവസം കാറ്റിനോട് സംവദിക്കുന്ന ഒരു രംഗമാണ്. നമ്മുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തമായിട്ടുള്ള മനസ്സിലുണ്ടെന്നാണ്, ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെന്നത് തന്നെയാണ് ആ ഒരു ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. കാരണം അവൻ കാറ്റുമായിട്ട് സംസാരിക്കുന്നു, മരുഭൂമിയുമായിട്ട് സംസാരിക്കുന്നു, സൂര്യനുമായിട്ട് സംസാരിക്കുന്നു. ആ ഭാഷയൊക്കെ ഈ യാത്രയുടെ ഇടയിൽ വശമാക്കിയിരുന്നു. അപ്പൊ കാറ്റ് പറയാണ്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല, സൂര്യന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. സൂര്യനോട് ചോദിക്കാൻ പറയാണ്, ഇങ്ങനെ ഒരു കാറ്റായി വന്നിട്ട് ആ കൂടാരം നശിപ്പിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോ സൂര്യൻ പറയാണ്, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അതുകൊണ്ട് കാറ്റിന് എന്താ ഉണ്ടാകുന്നത്, കാറ്റിന് സൂര്യന് പോലും ഇത്രയും വലിയ കഴിവുള്ള സൂര്യന് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ഭാഗത്തില് കാറ്റ് സന്തോഷം കൊണ്ട് ആർത്തലച്ച് വീശി തുടങ്ങുകയാണ്. ആ കൂടാരം ആളുകളൊക്കെ പറന്നു പോകുന്ന രീതിയിലെത്തുമ്പോൾ
അവർ പറഞ്ഞു മതി, ഇതിന്റെ മതി, ഞങ്ങൾക്ക് ബോധ്യമായി, കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ബോധ്യമായി. അവന്റെ കഴിവ് അവിടെ തെളിയിച്ചുകൊണ്ട്, ഈ ആൽക്കമിസ്റ്റ് അവന്റെ കഴിവ് അവിടെ തെളിയിച്ചുകൊണ്ട് അവനെ വീണ്ടും യാത്രയാക്കണം. ഇതിന് ഈജിപ്തിലേക്കുള്ള യാത്ര അവർ തുടരുകയാണ്. അവർ ആ തുടരുന്ന ഭാഗത്ത് ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളിൽ അവരൊരു കൂടാരത്തിൽ ചെന്നെത്താൻ അവിടെ ഒരു സന്യാസി താമസിച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഇദ്ദേഹം, ഈ ആൽക്കമിസ്റ്റ് അവിടെ വെച്ചിട്ട് ഈയം ഒരു പാത്രത്തിൽ ചൂടാക്കി തിളപ്പിച്ച് അതൊരു സ്വർണ്ണ കട്ടിയാക്കി മാറ്റുകയാണ്. അപ്പൊ അത് നടക്കുന്ന ഒരു സംഭവമാണെന്ന് അവന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ആ ഈയക്കട്ടി 4 ഭാഗമാക്കിയിട്ട് ഒരു കട്ടി ഇവന്റെ കയ്യിലും, ഒരു കഷ്ണം ആ സന്യാസിക്കും, ഒരു കഷ്ണം ആൽക്കമിസ്റ്റും കയ്യിൽ വെച്ച്, ഒരു കഷ്ണം, ബാക്കിയുള്ള ഒരു കഷ്ണം ഈ സന്യാസിനെ ഏൽപ്പിക്കുകയാണ്. ഇവൻ തിരിച്ചു വരുമ്പോൾ ഇത് ഇവന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇവനെ പറഞ്ഞ് യാത്രയാക്കാണ്. വീണ്ടും സാന്റിയാഗോ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈജിപ്തിലെ ആ പിരമിഡുകൾക്ക് എത്തണം, ആ സ്വർണ്ണ നാണയം നിനക്ക്, ആ നിധി അവന് കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ ആൽക്കമിസ്റ്റ് അവൻ യാത്രയാക്കുകയാണ്. ആ നിധി തേടിയിട്ടുള്ള യാത്രയിൽ നിന്റെ മനസ്സ് എന്ത് പറയുന്നു അവിടെ വെച്ചിട്ട് നിനക്ക് കുഴിക്കാം. നിന്റെ മനസ്സിൽ ഇത് നിധി ഇരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുമ്പോൾ അവിടെ നിനക്ക് കുഴിച്ചാൽ നിധി കിട്ടുന്നതാണ്. അദ്ദേഹം യാത്ര തുടർന്ന് ഏകദേശം പിരമിഡുകൾ കാണാറായി. പിരമിഡുകൾ കണ്ടപ്പോ മനസ്സിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സ് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ ഇവിടെ കുഴിക്കുക എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കിട്ടിയപ്പോൾ അവിടെ കുഴിക്കുകയാണ്. അവിടെ കുഴിച്ച് നല്ല കൈകളൊക്കെ നല്ല പോലെ വേദനിച്ചു തുടങ്ങിയപ്പോൾ ബാക്കിൽ 2 പേര് വന്നിട്ട് ഇവനെ പിടിക്കുകയാണ്. എന്താണ് നീ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നിധി കുഴിച്ചിടാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോ കുറെ മർദ്ദിച്ച് അവശനാക്കി നോക്കി അവന്റെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു സഞ്ചിയില് ഒരു സ്വർണ്ണ കട്ടി കിട്ടുകയാണ്. അപ്പൊ വീണ്ടും ഇവനെ കൊണ്ട് കുഴിപ്പിക്കുകയാണ്. നീ ഇതിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, അതിന്റെ ബാക്കിയാണെന്ന് വിചാരിച്ചു വീണ്ടും അവിടെ കുഴിപ്പിക്കുകയാണ്. ഇവനെ കൊണ്ട് പരമാവധി കുഴിപ്പിച്ചിട്ട് പക്ഷെ അതിലൊന്നും കിട്ടുന്നില്ല. ലാസ്റ്റ് അവൻ പറയാണ്, എനിക്ക് അവനെ വിട്ടോ, അവൻ ഇനി ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അവൻ അത്രയും ടയേർഡായിട്ടുണ്ട്, അവൻ അടിച്ച് അത്രയും അവശ നിലയാക്കിയിട്ടുണ്ട്. അപ്പോ അവര് വിട്ടു പോകുന്ന സമയത്ത് ഇവൻ പറയാണ്, ഞാന് നിങ്ങളേനെ ഇവിടെ കള്ളനായിട്ട് വന്നതല്ല, ഞാൻ ഇങ്ങനെ സ്വപ്നത്തിന്റെ പ്രേരണയിൽ 2 പ്രാവശ്യം കണ്ട ഒരേ സ്വപ്നത്തിന്റെ പ്രേരണയിൽ ഞാൻ ഇവിടെ വന്നതാണ്, ഇവിടെ നിധി ഉണ്ടെന്ന് വിചാരിച്ച് വന്നതാണ് പറയാം. അപ്പൊ ഇവനെ എടുത്ത് താഴത്തേക്ക് ഇട്ടുകൊണ്ട് ആ പട്ടാളക്കാരൻ പറയുന്നത് എന്റെ അടുത്ത്, എടാ വിഡി, ഇത്രയും ഒരു സ്വപ്നത്തിന്റെ പേരിൽ ഇത്രയും വഴി വന്ന നിനക്ക് ഭ്രാന്താണോ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സംസാരിക്കുകയാണ്. ഞാനും 2 വർഷം മുന്നേ സ്പെയിനില് ഒരു പള്ളിയുടെ അകത്ത് നിധി കുഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിന്റെ പുറകെ പോകാതെ ഞാൻ നടന്ന ഒരാളാണ്. അപ്പോഴാണ് അവന്റെ യാത്രയുടെ അവന് മനസ്സിലായത്, അവൻ സഞ്ചരിച്ചിരുന്ന അവന്റെ ആ പള്ളിയുടെ ആ മരത്തിന്റെ സൈക്കന്തർ എന്ന് പറഞ്ഞ മരത്തിന്റെ ചുവട്ടിലാണ് ഇദ്ദേഹം പറഞ്ഞ സ്ഥലം എന്നുള്ളത്. അവൻ വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും യാത്ര തിരിച്ച് ആ സ്വർണ്ണക്കട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ സന്യാസിയുടെ അടുത്ത് ചെന്നപ്പോ അവിടെ ആ ഒരു സ്വർണ്ണക്കട്ടി പകുതി ആ ഭാഗം കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് യാത്രയാക്കാണ്. അപ്പോ ഈ ആൽക്കമിസ്റ്റിനെ അറിയാമായിരുന്നു അവന്റെ എല്ലാ സർവ്വതും അവിടെ നഷ്ടപ്പെടുന്നു, അവന് തിരിച്ചു പോകാൻ പണം ഇല്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അവിടെ ആ ഭാഗം അവനെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അങ്ങനെ അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന് പിന്നെ കുറച്ച് പണം കൊണ്ട് ആളുകളെ വാങ്ങി ആ പള്ളിയിൽ പോയി അവിടെ കുഴിച്ച് അവൻ ആ നിധി കിട്ടുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് കഥയില് നമ്മുടെ എന്താ പറയാ ഈ കഥയില് നമുക്ക് പൗലോ കൊയ്ലോ നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. വായിച്ചു കഴിയുമ്പോൾ വായിക്കും തോറും നമ്മളാണോ നമ്മളുടെ ഭാഗങ്ങളാണോ എന്ന് തോന്നുന്നു. അത്രയും മനോഹരമായ കഥ ആണ് അത്. ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു ഷാജൻ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു പ്രസന്റേഷൻ തന്നെ ആയിരുന്നു. ബുക്ക് റിവ്യൂ ആണെങ്കിലും നല്ല രീതിയിൽ സർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല, അപ്പോൾ വായിച്ചവർക്ക് അറിയാം അതിൽ എത്രത്തോളം സർ കവർ ചെയ്തു എന്നുള്ളത്. സോ വായിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. ബഷീർ സർ, മണി സർ, നിങ്ങളൊക്കെയാണ്. നൗഫൽ സർ എവിടെ? യെസ്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? നൗഫൽ സർ പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ?
യെസ് ഓഡിബിൾ ആണ് സർ. ഹലോ. കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ് സർ, പറഞ്ഞോളൂ. വളരെ നല്ല രീതിയിലാണ് പ്രസന്റേഷൻ. കാരണം ബഷീർ സാറൊക്കെ എടുക്കുന്നത് പോലെ അതിന്റെ രത്ന ചുരുക്കം മാത്രമാണ് പറഞ്ഞത്. ഒരു ബുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. അത് അത്രയും ബുക്കുകൾ വായിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നല്ലൊരു ബുക്കാണ് ഇത്. കാരണം എന്നോടൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, പിന്നെ വായിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, തുടക്കക്കാർക്കൊക്കെ വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഇതിലുള്ള രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് ഈ നിധി എല്ലാവരുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ അത് അന്വേഷിച്ച് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ ഉള്ളിൽ തന്നെയാണ് നിധി കിടക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. ഈ പ്രപഞ്ചത്തിലേക്ക് എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ആടിന്റെ രോമങ്ങൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നതൊക്കെ നമുക്ക് കേട്ടല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രപഞ്ചത്തിന് കൊടുത്താൽ തിരിച്ചു കിട്ടും. അതേപോലെ ഒരു കടയിൽ നിന്നിട്ട് ഒരുപാട് പണം കിട്ടിയിട്ടും ലക്ഷ്യസ്ഥാനം തെറ്റാതെ, അതായത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് സാജൻ സാർ നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു ആൾ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ദീപ മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാർ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ ബുക്ക് വായിച്ചിട്ടുള്ളത്. അന്ന് ഇംഗ്ലീഷിലാണ് വായിച്ചത്. അന്ന് എനിക്ക് ഇത്രത്തോളം അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ഇതിന് ഇപ്പോ നൗഫൽ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നിധി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുക എന്നുള്ളൊരു, അല്ലെങ്കിൽ നമ്മുടെ ഇല്യൂഷൻസ്, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതിനെല്ലാം പിന്തുടരുക എന്നുള്ളൊരു ഇതും കൂടെ, ഒരു മെസ്സേജ് കൂടെ ഈ ബുക്കിനുണ്ട്. ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരണം എന്ന് ചിന്തിക്കുന്നത് പോലും ഞാൻ പണ്ട് വായിച്ച ഈ പുസ്തകത്തിന്റെ ഒരു ഇതിലാണ്. താങ്ക് യു സർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, മാജിക് മോർണിംഗ്. ഷാജൻ സാറ്, ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ എനിക്കത് സത്യം പറഞ്ഞാൽ ആദ്യം വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് വായിച്ചപ്പോഴാണ് പിന്നെയും മനസ്സിലായത്. പക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് വളരെ വളരെ ലളിതമായിട്ട് ഷാജൻ സാർ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതും ആദ്യമായിട്ടാണ് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ആൻഡ് ബ്യൂട്ടിഫുൾ. വളരെ വളരെ നന്നായിട്ട് ചെയ്തു. വളരെ താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. വായിക്കും തോറും നമ്മളുടെ പരിമിതികളെ മറികടക്കാനുള്ള അത്രയും കാര്യങ്ങളുണ്ട്. ഓരോ പ്രാവശ്യം വായിക്കും തോറും അത്രയും വലിയ കാര്യങ്ങളുണ്ട്. അതെനിക്കൊന്നും കടക്കാൻ തന്നെ പറ്റിയില്ല. കാരണം കഥയുടെ ഒരു ഉള്ളടക്കെങ്കിലും പറയേണ്ടതില്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു വിൻസെന്റ് സർ. സലാഹ് സർ. ഓക്കെ, ഞാന് കുറെ മുന്നതിലുണ്ടായിരുന്നതാണ് ബി മാജിക്കില്. പിന്നെ ചില പ്രശ്നങ്ങൾ കാരണം വിട്ടുപോയി. ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ പ്രസന്റേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം ഞാൻ വായിച്ച പുസ്തകമാണ്. പക്ഷെ ഞാൻ വായിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ഫീലിംഗ് എനിക്ക് ഇന്ന് പ്രസന്റേഷനിൽ കിട്ടി. പിന്നെ വെച്ചാൽ ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് ഉൾക്കൊണ്ട ഏറ്റവും വലിയ പാഠം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന തടസ്സങ്ങൾ വരുമ്പോൾ പക്ഷെ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് നമ്മൾ പിന്മാറൂല എന്ന് നമുക്ക് പ്രപഞ്ചത്തിന് തോന്നിക്കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ കൂട്ടു നിൽക്കും എന്നുള്ളതാണ് അതിലുള്ളൊരു ഇത്. കാരണം അതിൽ പിന്നെ നിധി തേടി പോകുമ്പോൾ കുറെ തടസ്സങ്ങൾ വരും, കുറെ സംഭവങ്ങൾ അതിൽ വരുന്നുണ്ട് വായിക്കുമ്പോൾ. പിന്നീട് എന്താവും, ഈ പ്രപഞ്ചം തന്നെ എന്ത് ചെയ്യും, അതിനു വേണ്ടിയിട്ട് കൂട്ടു നിൽക്കും. ഓക്കെ, അങ്ങനെ ഒരു ഇതാണ് എനിക്ക് അതിന് കിട്ടിയത്. ഓക്കെ, താങ്ക് യു. അതെ സാറേ, നമ്മളുടെ ഉള്ളില് നിധി കിടക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമാണ് നമുക്ക് എത്തുള്ളൂ. അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെയുള്ള, അദ്ദേഹം സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്താണ് നിധി ഇരിക്കുന്നത്. പക്ഷെ കണ്ടെത്താനായിട്ട് എത്രയോ താണ്ടു വന്നു എന്നുള്ളതാണ് അതിന്റെ മെസ്സേജ്, ഏറ്റവും വലിയ മെസ്സേജ് വരുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സർ. മാജിക് മോർണിംഗ് സാർ. ഞാൻ മണിസാറിനെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാം. ഓക്കെ, താങ്ക് യു സാർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നോക്കിയിരിക്കല്ല, നമ്മൾ കേട്ടിരിക്കുക തന്നെയാണ് ഉഷാറായിട്ട്.
കാരണം ഇത്ര മനോഹരമായിട്ടാണ് അത് പ്രസന്റ് ചെയ്തത്. ആ സ്റ്റോറിയിലെ ഒരു സ്ഥലത്തുള്ള ആ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എല്ലാം ഒരുക്കൂട്ടിയിട്ട് വളരെ ഒരു ശരിയായ ഒരു മാല കോർക്കുന്ന രീതിയിലാണ് ഇന്ന് അത് പ്രസന്റ് ചെയ്തത്. അപ്പൊ ഒന്നും വിട്ടുപോയിട്ടില്ല. അതിൽ ഓരോ സംഭവങ്ങളും ഇംഗ്ലീഷ്മാൻ കാണുന്നതും ഒരു ബുക്ക് കൈമാറുന്നതും അതുപോലെ യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം വരുന്നതും കാറ്റിന്റെ കാര്യവും ആൽക്കമിസ്റ്റിന്റെ കാര്യവും സ്വർണ്ണം ഒരുക്കുന്നതും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അങ്ങനെ ഒന്നും വിട്ടുപോകാതെ ഒരു കോർത്തിണക്കിയ പോലെയുള്ളത്. ആദ്യം അവസാനം വേറെ വേറെ ആകാതെ അതിനൊരു ഒഴുക്കോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലുള്ള ആശയം അതിന്റെ ഇടക്കിടക്ക് ഷാജി സാർ പറയുന്നുണ്ട്, നമുക്കൊരു ലക്ഷ്യം വേണം, ആ ലക്ഷ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം, അതിൽ പ്രതിസന്ധികൾ വരും, അത് മറികടക്കണം. അപ്പൊ ചെറിയ ചെറിയതായാലും ശരി, നമ്മൾ തിരിഞ്ഞു വരാതെ തിരിച്ചു മടങ്ങാതെ അതിൽ തന്നെ കൂടുതൽ നിൽക്കുക. ചെറിയ ജോലിയായാലും ശരി, സ്ഫടികത്തിന്റെ അല്ലെങ്കിൽ ഗ്ലാസ് വെയറിന്റെ ഷോപ്പിൽ അവിടെ ഒരു ജോലിക്കാരനായി നിൽക്കുക, അവിടുന്ന് കുറച്ച് പൈസ കിട്ടിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള പൈസ പോലും കിട്ടിയിട്ട് നമ്മളത് വാങ്ങാതെ മുന്നോട്ടുള്ള യാത്ര തന്നെയാണ്. അത് അത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളതും അതും കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഇത്രയും തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തായാലും നമുക്ക് ലഭിക്കും എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നും പറയാനില്ല, വളരെ മനോഹരമായിട്ടാണ് പ്രസന്റ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നമ്മളൊക്കെ ഒരു ലക്ഷ്യം വെച്ചിട്ട് യാത്രയിൽ തിരിയുമ്പോൾ നമുക്കൊക്കെ പറ്റുന്ന ഒരു സംഭവം എന്നുള്ളത് എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് പറ്റി ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞോടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും നല്ല കുറച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഇതാണ് എന്റെ നിധി എന്ന് വിചാരിച്ചിട്ടും തിരിച്ചു വരാം. രണ്ട് തരത്തിലാണ് ആളുകൾ തിരിച്ചു വരുന്നത്. പക്ഷെ നമ്മൾ ആ നിധിയെ കണ്ടെത്തുന്നവരെ നമ്മൾ അതിന് എന്താ പറയാ പാകപ്പെടാനോ അത് കിട്ടുന്നവരെ നമ്മൾ പ്രയത്നിക്കാനോ റെഡി ആവണില്ല. പകുതിയിൽ വെച്ചിട്ട് തിരിഞ്ഞു പോരുകയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടും, ഒന്ന് നമുക്ക് കിട്ടിയത് മതി, ഇത്രത്തോളം കിട്ടിയല്ലോ എന്ന് തിരിച്ചു വരികയാണ്. ആ ഒരു മെസ്സേജ് ശരിക്കും നമുക്ക് തരുന്നുണ്ട്. താങ്ക് യു സാർ. മാജിക് മോർണിംഗ്. നല്ല നല്ല രസത്തിൽ ഇങ്ങനെ പറഞ്ഞു. കാരണം ആദ്യമായിട്ട് തോന്നുന്നുണ്ടല്ലേ നമ്മളെ മാജിക്ക്? അതെ അതെ, ആദ്യമായിട്ടാണ്. അല്ല, അപ്പൊ ഇനി എന്തായാലും അവസരങ്ങൾ ഉണ്ടാവും, അതിനെ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ എനിക്കതിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. ആ സ്വപ്നങ്ങൾ വിദ്യ നമ്മൾ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയാതെ ആ സ്വപ്നം എന്താണോ അതിന്റെ വാല്യൂകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസിലേക്ക് എത്താൻ പറ്റും. ആ ഒരു പോയിന്റ് മനസ്സിലായി. ഏതായാലും ആ ബുക്ക് ഏതാണെന്നൊന്ന് പറയണട്ടെ, ആ കണ്ടിട്ട് വായിക്കണം. ആ, ഞാൻ വായിക്കാം. എന്തായാലും ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡാണ്. അപ്പൊ എന്തായാലും ആ ബുക്ക് ഞാൻ വാങ്ങിച്ചോളാം. ആ ബഷീർ സാറെന്ന് പറയാൻ പറ്റും. പുസ്തകം പുഴുക്കാണ് അതൊക്കെ. നല്ല പ്രസന്റേഷൻ. ആ പുസ്തകം ഞാനൊരു 10 വർഷം മുമ്പ് വായിച്ച, പക്ഷെ ഞാനത് വിൻസെന്റ് സാറ് പറഞ്ഞ മാതിരി ആദ്യത്തെ വായനയിൽ ഒന്നും തലയിൽ കയറൂല. അതൊരു 2-3 എനിക്ക് ഒന്ന് ഞാനൊരു 3 പ്രാവശ്യത്തെ വായിച്ചിട്ടുണ്ട്. അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നീട് ഓരോ വായനയിലും ഓരോ അർത്ഥം കിട്ടും അതിൽ. മനുഷ്യന് ഏറ്റവും വലിയത് അവനെ സെൽഫ് അവയർനെസ്, നമ്മളെ മനസ്സിലാക്കല. നമ്മളെ ദൗത്യം എന്താണ് ഈ പ്രപഞ്ചത്തിൽ, നമുക്ക് പ്രപഞ്ചനാഥൻ നമ്മളിൽ അർപ്പിക്കപ്പെട്ട ദൗത്യം എന്താണ് എന്നുള്ള അത് തേടിയുള്ള ഒരു യാത്രയാണിത്. ആ യാത്ര അത് ആദ്യം വായിക്കുമ്പോൾ ഒന്നും തലയിൽ ഓടൂല കേട്ടോ. ഇങ്ങനെ എനിക്കൊന്ന് 2-3 പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ അതിന്റെ പോയിന്റ് വന്നപ്പോഴുകൂടി പിന്നെ ഞാൻ ആ വിട്ടില്ല. ആ ത്രെഡുമ്മ പിടിച്ചിട്ട് നല്ല രസമുള്ള. പിന്നെ അതിലൊരു വാക്കുണ്ട്, അത് ഇപ്പൊ ഒരുമാതിരി എല്ലാവരും പറയുന്നതാണ്, എല്ലാ കോട്ടിങ്സും കേൾക്കാം. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ പ്രപഞ്ചം ഒരു ഗൂഢാലോചന നടത്തി അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ശരിക്കത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് അതിന്റെ പിന്നാലെ നിന്നാൽ എവിടുന്നല്ലോ ഏതെല്ലോ ശക്തികൾ നമ്മളെ സഹായിച്ചിട്ട് ആ ഗോൾ നമ്മൾ എത്തിക്കും. നമ്മളെന്നെ വിചാരിക്കില്ലത് എങ്ങനെ നമ്മൾ ഇവിടെ എത്തിയെന്നുള്ളത്. അതാണ് അതിലെ ഏറ്റവും ക്രക്സ്. ആ പോയിന്റ് പൊലകൊലന്റെ ആ പോയിന്റ് ഒരുമാതിരി എല്ലാ കോട്ടിങ്സിലും കേൾക്കാം. വിങ്സ് ഓഫ് ഫയറിൽ APJ ആ കോട്ടിങ്സ് എഴുതിക്കിന്. കുറെ ആൾക്കാർ ഒരേ ബുക്കിൽ ആ കോട്ടിങ്സ് ഉണ്ട്, പൊലകൊലന്റെ. അത് ഫേമസ് കോട്ടിങ്സ് ആണ്. അത് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ്.
Anyway, it was a good presentation. Thank you. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. നന്നായിട്ടുണ്ടായിരുന്നു സജീവ്. പറയാതെ വയ്യ, സമയം വൈകിട്ടും ഞാനത് എല്ലാവരും വായിച്ച ബുക്കാണ്, ഞാനിത് വായിച്ചിട്ടില്ല. പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒപ്പം ഇത് വായിക്കാനുള്ള ഒരു നിധിയെ നമ്മൾ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും പുറത്തിങ്ങനെ അലഞ്ഞു നടക്കും. നമ്മളുടെ ഉള്ളിലുള്ള നിധിയെ നമ്മൾ മനസ്സിലാക്കാറില്ല, തിരിച്ചറിയാറില്ല. അപ്പൊ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഒരു സ്വപ്നത്തിലേക്ക് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് നമ്മൾ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിൽ നിന്ന് പഠിച്ചത്, ഈ സ്റ്റോറിയിൽ നിന്ന് പഠിച്ചത്. നല്ലൊരു പ്രസന്റേഷൻ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ദിവ്യ. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പം ഏകദേശം എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു. ടൈം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? 37 അതെ, ഓക്കെ. അപ്പം പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഷാജൻ സാറോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു സെഷനിൽ തന്നെ അത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നല്ല പ്രസന്റേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഷാജൻ സാർ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. കാരണം ദൈവത്തിന് പ്രത്യേകം നന്ദി പറയണം എനിക്ക് വേദി ഇങ്ങനെ കിട്ടിയതിന്. സൈഫ് സാറ് എനിക്ക് ടേബിൾ ടോക്കിലൊക്കെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് എനിക്ക് ഈ പ്രചോദനമായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ എല്ലാവരോടും, ഒരാളെയും വിട്ടു പോകുന്നില്ല, എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു ഷാജൻ സർ. താങ്ക് യു ഓൾ. താങ്ക് യു all.